അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൽമുൻ നഹ്വിലെ 26ാമത്തെ ക്ലാസ്, സിഫത്തുമായി ബന്ധപ്പെട്ട സിഫത്ത് മൻഊത്ത്, രണ്ടും പരസ്പരം യോജിക്കേണ്ട വിഷയങ്ങൾ ഏതൊക്കെ എന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുതാബഖത്തു നഅത്തി ലിൽ മൻഊത്ത്, നഅത്ത് മൻഊത്തിനോട് യോജിക്കൽ. സിഫത്ത് മൗസൂഫ്, അതാണ് നഅത്ത് മൻഊത്ത് എന്ന് പറഞ്ഞാൽ. ഇത് പരസ്പരം യോജിക്കേണ്ടതുണ്ട്, പല വിഷയങ്ങളിൽ യോജിക്കണം. നഅത്തുകൾ രണ്ട് വിധമുണ്ട് നമ്മൾ പറഞ്ഞു. നഅത്ത് ഹഖീഖിയുണ്ട്, നഅത്ത് സബബിയുമുണ്ട്. അന്നഅത്ത് ബിനൗഇഹി, നഅത്തി എന്നുള്ളത് അതിൻ്റെ രണ്ട് ഇനങ്ങളും യത്ബഉ മൻഊത്തഹു, മൻഊത്തിനോട് പിൻപറ്റണം, മൻഊത്തിനെ അനുകരിക്കണം. ഏത് വിഷയത്തിൽ? ഫി റഫ്ഇഹി വ നസ്ബിഹി വ ജർരിഹി, റഫ്അ്, നസ്ബ്, ജർറ് വിഷയത്തിൽ, അതായത് ഇഅ്റാബിൻ്റെ വിഷയത്തിൽ നടത്താം. അപ്പോൾ മൻഊത്തിന് റഫ്ആണോ? നഅത്തിനും റഫ്ആ നിർബന്ധമാണ്. മൻഊത്തിന് നസ്ബാണോ? ഇവിടെയും നസ്ബ് വേണം, നഅത്തിന് നസ്ബ് വേണം. മൻഊത്തിന് ജറാണോ? എങ്കിൽ നഅത്തിനും ജറ് വേണം. ഇങ്ങനെ റഫ്അ്, നസ്ബ്, ജറ് വിഷയത്തിൽ അത് ഹഖീഖിയായ നഅത്തായാലും സബബിയായ നഅത്തായാലും ഒക്കെ യോജിക്കണം. അതുപോലെ തന്നെ വഫി തഅരീഫിഹി വ തൻകീരിഹി, മഅരിഫ നക്കിറ വിഷയത്തിലും യോജിക്കണം. അപ്പോൾ മൻഊത്ത് മഅരിഫയാണെങ്കിൽ സിഫത്തും മഅരിഫയായിരിക്കണം. അല്ല മൻഊത്ത് നക്കിറയാണെങ്കിൽ നഅത്തും നക്കിറയായിരിക്കണം. ഇങ്ങനെ ഈ 5 കാര്യങ്ങളിൽ 2 എണ്ണത്തിൽ യോജിക്കണം. റഫ്ഉ, നസ്ബ്, ജറ് ഇതിലൊന്നിൽ യോജിക്കണം. തഅരീഫ്, തൻകീറിലും യോജിക്കണം. ഉദാഹരണം പറയാം. ജാഅ റജുലുൽ മുഹദ്ദബു, ജാഅ റജുലു ഒരു പുരുഷൻ വന്നു. അൽ മുഹദ്ദബു സംസ്കാര സമ്പന്നനായ പുരുഷൻ വന്നു. റജുലിൻ്റെ സിഫത്താണ് മുഹദ്ദബ്. ഇത് ഹഖീഖിയ സിഫത്താണ്. റജുലിലുള്ള ഒരു വിശേഷണത്തെ കാണിക്കുന്ന ഹഖീഖിയ സിഫത്താണത്. ഇവിടെ എന്ത് ചെയ്തു? റജുലിന് റഫ്ഉ ആയപ്പോൾ മുഹദ്ദബു അതിനും റഫ്ഉ ലഭിച്ചു. അതുപോലെ തന്നെ അർറജുല് മഅരിഫയാണ്, അൽ മുഹദ്ദബ് അതും മഅരിഫയാണ്. ഇങ്ങനെ ഇഅ്റാബിൻ്റെ വിഷയത്തിലും തഅരീഫ്, തൻകീറിൻ്റെ വിഷയത്തിലും പരസ്പരം യോജിച്ചിട്ടുണ്ട്. മറ്റൊരു ഉദാഹരണമാണ് ജാഅനി റജുലുൻ ഖായിമത്തുൻ ഉമ്മുഹു. ജാഅനി റജുലുൻ, എൻ്റെ അടുക്കൽ ഒരു റജുല് വന്നു, ഒരു പുരുഷൻ വന്നു. എങ്ങനെയുള്ളതായ പുരുഷനാണ്? ഖായിമത്തുൻ ഉമ്മുഹു, അവൻ്റെ ഉമ്മ നിൽക്കുന്നവനാണ്, അങ്ങനെയുള്ളതായ പുരുഷൻ വന്നു. അപ്പോൾ റജുലിൻ്റെ സിഫത്താണ് ഖായിമത്തു എന്നുള്ളത്. പക്ഷേ ഖായിമത്ത് സബബിയായ സിഫത്താണ്. കാരണം റജുലിലുള്ള ഒരു വിശേഷണത്തല്ല കാണിക്കുന്നത്, റജുലുമായി ബന്ധപ്പെട്ട അവൻ്റെ ഉമ്മ, ആ ഉമ്മയുടെ ഒരു വിശേഷണം കാണിക്കുന്നത്. അപ്പോൾ സബബിയായ സിഫത്താണ്. ഇങ്ങനെ സബബിയായ സിഫത്താണെങ്കിലും അവിടെ എന്തുണ്ട്? റഫ്ഉ, നസ്ബ്, ജറ് വിഷയത്തിൽ യോജിച്ചിട്ടുണ്ട്. റജുലിന് റഫ്ഉ ലഭിച്ചപ്പോൾ ഖായിമത്തുൻ അതിനും റഫ്ഉ ലഭിച്ചു. അതുപോലെ തന്നെ തഅരീഫ്, തൻകീറിൻ്റെ വിഷയത്തിലും യോജിച്ചിട്ടുണ്ട്. റജുലുൻ എന്നുള്ളത് നെക്കിറയാണ്, ഖായിമത്തുൻ എന്നുള്ളതും നെക്കിറയാണ്. ലിഫ്ലാമൊന്നും ഇല്ലാത്ത, മഅരിഫല്ലാത്ത പദങ്ങളാണല്ലോ. അപ്പോൾ 2 തരം നഅത്തും റഫ്ഉ, നസ്ബ്, ജറ് വിഷയത്തിലും തഅരീഫ്, തൻകീർ വിഷയത്തിലും യോജിക്കണം എന്നർത്ഥം. ഇനി രണ്ടാമത്തെ ഖായിദ, അന്നഅത്തുൽ ഹഖീഖിയ്യു യത്ബഉ മൻഊത്തഹു ഫൗക മാ തഖദ്ദമ ഫി ഇഫ്റാദിഹി വ തസ്നിയതിഹി വ ജംഇഹി. അന്നഅത്തുൽ ഹഖീഖിയ്യു, ഇനി ഹഖീഖിയ നഅത്ത് യത്ബഉ മൻഊത്തഹു, അത് മൻഊത്തിനെ പിൻപറ്റും. ഫൗക മാ തഖദ്ദമ, നേരത്തെ പറഞ്ഞ റഫ്ഉ, നസ്ബ്, ജറ്, തഅരീഫ്, തൻകീർ അതിന് പുറമെ, ആ നേരത്തെ പറഞ്ഞ 5 എണ്ണത്തിന് പുറമെ ഫി ഇഫ്രാദിഹി വ തസ്നിയതിഹി വ ജംഇഹി, ഇഫ്രാദ്, തസ്നിയ, ജംഅ്, മുഫ്രദാവുക, തസ്നിയ ആവുക, ജംഅ് ആവുക, ഈ വിഷയത്തിൽ എന്ത് ചെയ്യും? പിൻപറ്റും. അപ്പോൾ ഹഖീഖിയ നഅത്ത് പറയുമ്പോൾ അവിടെ മൻഊത്ത് മുഫ്രദാണോ? നഅത്ത് മുഫ്രദാവണം. മൻഊത്ത് ദ്വിവചനമാണോ? എങ്കിൽ നഅത്തും ദ്വിവചനമായിരിക്കണം. മൻഊത്ത് ജംആണ്, പ്ലൂരലാണോ? എങ്കിൽ നഅത്തും ജംആയിരിക്കണം. അതുപോലെ തന്നെ വഫി തദ്കീരി വ തഅനീഫി, മുദക്കർ, മുഅന്നസ് വിഷയത്തിലും യോജിക്കണം. അപ്പോൾ ഹഖീഖിയ നഅത്താകുമ്പോഴാണ് മൻഊത്ത് മുദക്കറാണോ? നഅത്ത് മുദക്കറാവണം. മൻഊത്ത് മുഅന്നസ് ആണെങ്കിൽ നഅത്തും മുഅന്നസ് ആവണം. ഉദാഹരണം നോക്കാം. ഹാദാ മൻസിലുൻ ലയ്യഖുൻ, ഹാദാ ഇത്, മൻസിലുൻ ഒരു വീടാണ്, ലയ്യഖുൻ ഇടുങ്ങിയ വീടാണ്. ഇവിടെ ഇടുങ്ങിയ ലയ്യഖുൻ എന്നുള്ളത് മൻസിലുൻ എന്നതിൻ്റെ സിഫത്താണ്. അത് ഹഖീഖിയ സിഫത്താണ്. കാരണം മൻസിലുള്ള ഒരു വിശേഷണത്തെ കാണിക്കുന്ന സിഫത്താണല്ലോ. അപ്പോൾ ഹഖീഖിയ സിഫത്താണ്.
ഇവിടെ എന്ത് ചെയ്തു, നേരത്തെ ആദ്യം പറഞ്ഞ റഫ് ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ രണ്ട് നെക്കിറാണ് ആവശ്യത്തിന് ചോദിച്ചിട്ടുണ്ട്. അതിന് പുറമെ എന്ത് ചെയ്തു, മൻസിൽ മുഫ്രദാണ് ലയ്യഖ് എന്നുള്ളതും അത് മുഫ്രദാണ്. അതുപോലെ തന്നെ മൻസിൽ മുദക്കറാണ് പുല്ലിംഗാണ്, ലയ്യഖ് എന്നുള്ളതും പുല്ലിംഗാണ്. അപ്പോൾ ഇതിലൊക്കെ യോജിച്ചു. മറ്റൊരു ഉദാഹരണം തസല്ലഖത്തു ഷജറത്തൻ വലീലത്തൻ. തസല്ലഖത്തു ഞാൻ കയറി, ഷജറത്തിൻ്റെ ഒരു മരത്തിൽ കയറി, വലീലത്തൻ നല്ല തടിയുള്ള ഒരു മരത്തിൽ ഞാൻ കയറി. ഇവിടെ ഷജറത്തൻ എന്നതിൻ്റെ സിഫത്താണ് വലീലത്തൻ എന്നുള്ളത്. ഇത് ഹഖീഖിയ സിഫത്താണ്. നമ്മുടെ ഷജറത്തിലുള്ള ഒരു വിശേഷണത്തെ കാണിക്കുന്നതാണ് ഈ വലീലത്ത് എന്നുള്ള സിഫത്ത്, ഹഖീഖിയ സിഫത്താണ്. അവിടെ ആദ്യം പറഞ്ഞ റഫ്ഉ നസ്ബ് ജർ വിഷയത്തിൽ യോജിച്ചിട്ടുണ്ട്, രണ്ടിനും നസ്ബാണ്. താരീഫ് തങ്കീറിൽ യോജിച്ചിട്ടുണ്ട്, രണ്ടും നക്കിറിയാണ്. അതിന് പുറമെ ഇപ്പോൾ പറഞ്ഞ ഇഫ്രാദ് തസ്നിയ ജംലി യോജിച്ചിട്ടുണ്ട്, കാരണം രണ്ടും മുഫ്രദായ പദങ്ങളാണ്. അതുപോലെ തന്നെ തദ്കീർ തഅനീസിൽ യോജിച്ചിട്ടുണ്ട്, അതായത് രണ്ടും മുഅന്നസാണ്. അപ്പോൾ ഇതിലൊക്കെ യോജിക്കണം എന്നർത്ഥം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹഖീഖിയായ സിഫത്താണെങ്കിൽ, ഹഖീഖിയനടുത്താണെങ്കിൽ 4 വെക്കണം. 10 കാര്യങ്ങളിൽ 4 കാര്യത്തിൽ വെക്കണം. 10 കാര്യങ്ങൾ അതൊക്കെ റഫ്ഉ നസ്ബ് ജർ 3 താരീഫ് തങ്കീർ അപ്പോൾ 2 5 പിന്നെ ഇഫ്രാദ് തസ്നിയ ജംഅ് മൊത്തം 8 പിന്നെ തദ്കീർ തഅനീസ് ഇങ്ങനെ 10. ഈ 10ൽ 4 കാര്യത്തിൽ എന്താണ് യോജിക്കണം. ഹഖീഖിയനടുത്ത്. സബബിയനടുത്ത് 2 കാര്യത്തിൽ യോജിച്ചാൽ മതി. റഫ്ഉ നസ്ബ് ജറിൽ യോജിക്കണം, അതുപോലെ തന്നെ താരീഫ് തങ്കീറിലായും യോജിക്കണം. പിന്നെ അതിനടുത്ത് സബബിയും. ഇനി സബബിയാനടുത്ത് എന്നുള്ളത് യക്കൂന് മുഫ്രദൻ, അതെപ്പോഴും മുഫ്രദായിട്ടുണ്ടാവുക, മുഫ്രദായ പദമായിട്ട് വരാം. പിന്നെ വയുറാഫി തദ്കീരി വ തഅനീസിഹി, അത് മുദക്കറാക്കണോ മുഅന്നസാക്കണോ എന്നുള്ള വിഷയത്തിൽ പരിഗണിക്കപ്പെടും. മാ ബഅദഹു, അതിന് ശേഷമുള്ളത്. എന്തിൻ്റെ സിഫത്താണ് പറയണതെങ്കിൽ, അതായത് ശേഷം പറയുമല്ലോ അതിൻ്റെ ഫായില്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിന് ശേഷമുള്ള എന്താണോ പറയണത് അതുമായി ബന്ധപ്പെട്ടായിരിക്കും അതിനെ മുദക്കറാക്കണോ മുഅന്നസാക്കണോ എന്ന് തീരുമാനിക്കുന്നത്. അല്ല എന്തിലേക്ക് നോക്കിയിട്ടല്ല, മൗസൂഫിലേക്ക് നോക്കിയിട്ടല്ല, മൻഉത്തിലേക്ക് നോക്കിയിട്ടല്ല. ഉദാഹരണം പറയാം. ഹാദാ മൻസിലുൻ ലയ്യഖുൻ ഫിനാഉ. ഹാദാ മൻസിലുൻ, ഇതൊരു വീടാണ്. ലയ്യഖുൻ ഫിനാഉ, അതിൻ്റെ മുറ്റം വളരെ ഇടുങ്ങിയതാണ്, അങ്ങനെയുള്ള വീടാണ്. അപ്പോൾ സബബിയനടുത്താണ്. ആദ്യം പറഞ്ഞ റഫ്ഇൽ യോജിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നെക്കിറയിൽ യോജിച്ചിട്ടുണ്ട്. പിന്നുള്ളത് ഇനിയിപ്പോൾ ഇഫ്രാദ് തസ്നിയ ജമ്മാണ്. അതിൽ നമ്മൾ പറഞ്ഞു എപ്പോഴും മുഫ്രദായിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ലയ്യഖുൻ അത് മുഫ്രദായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ മുദക്കറാക്കണം മുഅന്നസാക്കണം എന്നുള്ള ശേഷത്തിലേക്ക് നോക്കിയിട്ടാണ്, ശേഷമുള്ള പരിഗണിച്ചുകൊണ്ടാണ്. ശേഷം എന്താ ഉള്ളത്, ലയ്യഖുൻ ഫിനാഉ, ഫിനാഉ കുടുസാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഫിനാ എന്നുള്ള പദം അത് മുദക്കറാണോ മുഅന്നസാണോ എന്നിലേക്ക് നോക്കിയിട്ടാണ് ലയ്യഖിനെ മുഅന്നസോ മുദക്കറോ ആക്കുന്നത്, അല്ലാതെ മൻഊത്താകുന്ന മൻസിലിലേക്ക് നോക്കിയിട്ടല്ല. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം തസല്ലഖ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫിനാ എന്നുള്ളത് മുദക്കറായതുകൊണ്ട്, ശേഷമുള്ള ഫിനാ മുദക്കറായതുകൊണ്ട് ലയ്യഖുൻ എന്ന് മുദക്കറാക്കി. ഇനി മറ്റൊരു ഉദാഹരണം നോക്കൂ. തസല്ലഖ്തു ഷജറത്തൻ വലീലൻ ജിദ്ഉഹ. തസല്ലഖ്തു ഞാൻ കയറി, ഷജറത്തിൻ്റെ ഒരു മരത്തിൽ. എങ്ങനെയുള്ള മരം? വലീലൻ ജിദ്ഉഹ, അതിൻ്റെ ശിഖരങ്ങൾ എന്താണ്, വലീലാണ്, നല്ല കട്ടിയുള്ളതാണ്, അങ്ങനെയുള്ള മരത്തിൽ കയറി. അപ്പോൾ വലീൽ എന്നുള്ളത് ഷജറത്തിൻ്റെ സിഫത്ത് പറഞ്ഞതല്ല, ജിദ്ഇനെ പറ്റിയാണ് വലീൽ എന്ന് പറഞ്ഞത്. അതിൻ്റെ ആ ഷജറത്തുമായി ബന്ധപ്പെട്ട അതിൻ്റെ ശിഖരങ്ങൾ, അതിനെക്കുറിച്ചാണ് വലീൽ എന്ന് പറഞ്ഞത്. അപ്പോൾ സബബിയ സിഫത്താണ്. ഇവിടെ നസ്ബിൻ്റെ വിഷയത്തിൽ യോജിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ തൻകീറിൻ്റെ വിഷയത്തിലും യോജിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും മുഫ്രദായിട്ട് വരാമെന്ന് പറഞ്ഞു. ഓക്കെ, വലീലൻ മുഫ്രദായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ മുദക്കറാക്കണം മുഅന്നസാക്കണമെന്ന് ശേഷമുള്ള നോക്കിയിട്ടാണെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ വലീലൻ മുദക്കറായിട്ടാണ് കൊണ്ടുവന്നത്. ശരിക്കും ഷജറത്ത് എന്നതിൻ്റെ സിഫത്ത്, ഷജറത്ത് എന്നുള്ള മുഅന്നസിൻ്റെ സിഫത്താകുമ്പോൾ വലീലത്തൻ എന്നല്ലേ പറയേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ സബബിയ സിഫത്താണ്, ശേഷമുള്ളതാണ് പരിഗണിക്കുക. അപ്പോൾ വലീലൻ ജിദ്ഉഹ എന്നുള്ളത് ജിദ്ഉ മുദക്കറാണ്. ജിദ്ഇനെ കുറിച്ചാണല്ലോ വലീൽ എന്ന് പറയുന്നത്. അപ്പോൾ വലീലിൻ്റെ ഫായിൽ ജിദ് ആണ്, അത് മുദക്കറായതുകൊണ്ട് വലീലൻ എന്ന് മുദക്കറായി പറഞ്ഞു. ഷജറത്തിൻ എന്ന മുഅന്നസിൻ്റെ സിഫത്തായിട്ടും വലീലൻ എന്ന മുദക്കറാണ് ഉപയോഗിച്ചത്. കാരണം സബബിയ സിഫത്താകുമ്പോൾ അത് മുദക്കറാണോ മുഅന്നസാണോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ മുമ്പിലേക്ക് നോക്കിയിട്ടല്ല, ശേഷമുള്ളിലേക്ക് നോക്കിയിട്ടാണ്.